എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കല്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത്. +1 റിസൾട്ട് ഉടൻ ഉണ്ടാകും. 1-2 ആഴ്ചയ്ക്കകം തന്നെ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടോ? വിദ്യാർത്ഥികൾക്ക് ഫെയിലായി കഴിഞ്ഞാൽ എഴുതിയെടുക്കാൻ സാധിക്കുമോ? മാർക്ക് കൂട്ടാൻ സാധിക്കുമോ എന്നൊക്കെയാണ് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്, പക്ഷേ അത് എപ്പോഴാണെന്ന് മാത്രമാണ് ഇതുവരെയും യാതൊരു കൺഫർമേഷനും ഇല്ലാതിരിക്കുന്നത്. അതായത് ഈ സാധാരണ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ തീരുമാനപ്രകാരം അത് നിങ്ങളുടെ മാർച്ചിലെ +2 പബ്ലിക് എക്സാമിനൊപ്പം അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് റിസൾട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണ് നടത്തുക എന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്കും മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ +1 ഏതെങ്കിലും വിഷയമൊക്കെ ഫെയിലായിട്ട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും അതിൽ രജിസ്റ്റർ ചെയ്യാം. അതിനൊന്നും തടസ്സമൊന്നുമില്ല. നിങ്ങൾക്കും കമ്പാർട്ട്മെൻറ്റൽ രജിസ്ട്രേഷൻ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ എക്സാം എഴുതിയെടുക്കാൻ സാധിക്കും. റെഗുലർ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഫെയിലായിട്ടുള്ള 3 സബ്ജക്റ്റുകൾ വരെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഫെയിലായ 3 സബ്ജക്റ്റുകളോ ഫെയിലായവർക്ക് മാത്രമല്ല, മാർക്ക് എല്ലാ വിഷയത്തിനും പാസ്സായ വിദ്യാർത്ഥികൾക്കും 3 വിഷയം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാർക്ക് നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ജയിച്ചാലും നിങ്ങൾ പാസ്സായാലും ഫെയിലായാലും ശരി, നിങ്ങൾക്ക് 3 വിഷയമാണ് +1 ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ റിസൾട്ട് 1-2 ആഴ്ചക്കകം ഉണ്ടാകും. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണെന്ന് കൺഫർമേഷൻ ഇല്ല. അത് നമുക്ക് സർക്കുലറും റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് വിദ്യാർത്ഥികളുമായി നമ്മൾ ഷെയർ ചെയ്തെത്തിക്കും. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ വിദ്യാർത്ഥികൾക്കും കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്കും ഇതിനെ രജിസ്റ്റർ ചെയ്യാമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള നിലവിലുള്ള മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.